നമസ്കാരം. ശക്തമായ പോരാട്ടമാണ് നടന്നതെന്നും ഇന്ത്യയുടെ ഒപ്പത്തിനൊപ്പം ഇന്ത്യ മുന്നണി എത്തിയെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ രാജ്യത്ത് ഫൈറ്റ് ചെയ്യാനുള്ള നമ്പർ ഇന്ത്യ മുന്നണിക്കായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ കഴിയട്ടെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യയോട് ഇന്ത്യ പോരാട്ടമാണ്. ഒപ്പത്തിനൊപ്പം NDAൻ്റെ ഒപ്പത്തിനൊപ്പം ഇന്ത്യ മുന്നണിയുണ്ട്. പക്ഷേ ഭരണം കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഫൈറ്റ് ചെയ്യാനുള്ള നമ്പറായി. അതാണ് ഇതിൻ്റെ പ്രധാനം. ശക്തമായ ഒരു പ്രതിപക്ഷം, ജനാധിപത്യം സംരക്ഷിക്കപ്പെടും, അതേതായാലും ഉറപ്പായി. തൃശ്ശൂർ BJP ജയിച്ചൊരു സംഭവം, അത് ഒറ്റപ്പെട്ട സംഭവമാണ്. അത് ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. എന്താണ് തൃശ്ശൂരിൽ ബാക്കിയുള്ള ബന്ധമില്ലാത്ത തൃശ്ശൂരിൻ്റെ മൂല്യമുള്ള ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊക്കെ UDF ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കും. ഒരു സീറ്റിലൊക്കെ വളരെ ഒറ്റപ്പെട്ട പ്രത്യേകതകൾ ഉണ്ടാവാനോ, അത് ആഴത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. മലപ്പുറത്തെയും പൊന്നാനിയുടെയും റിസൾട്ട് കാണിക്കുന്നു. അവിടുത്തെ വോട്ട് ഒന്നുകൂടി അത് അടിവരയിടുന്നു. പ്രതീക്ഷ പോലും അസ്ഥാനത്താകുന്ന സ്നേഹം ലീഗിനോട് ജനങ്ങൾക്കുണ്ട്. അതിപ്പോഴാണ് ഞങ്ങൾ ചാലഞ്ച് ചെയ്തിരിക്കുകയായിരുന്നല്ലോ. ഞാൻ പല പരീക്ഷണങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. ബഷീർ സാഹിബ് പ്രത്യേക പരീക്ഷണങ്ങൾ നേരിട്ടുണ്ട്. സമുദായം പ്രത്യേക പരീക്ഷണം തന്നെ നേരിട്ടു. എന്ത് പരീക്ഷണമായാലും ഒരു ബുദ്ധിമുട്ടും അതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യൻ മുസ്ലിം ലീഗ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. എൻ്റെ ലീഡർഷിപ്പ് തെളിയിച്ചിരിക്കുകയാണ്. ആദ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര ഉജ്ജ്വലമായ ഒരു വിജയത്തിലേക്ക് എത്തിച്ച സർവശക്തനെ സ്തുതിക്കുകയാണ്. പാർട്ടിക്ക് ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രധാനം ഞാനും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കുകയും കണ്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞങ്ങളെ അങ്ങനെ വിശ്വാസം അർപ്പിച്ച ആ ജോലി ഏൽപ്പിച്ച പാർട്ടി നേതൃത്വത്തോടുള്ള നന്ദി കടപ്പാടും ആദ്യമായി രേഖപ്പെടുത്തുന്നു. ഒരു കാര്യമേ പറയാനുള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഞങ്ങൾ ജനങ്ങളോട് പാർലമെൻറ്റിൽ ചെന്നാൽ ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങൾ കഴിയുന്ന വിധത്തിലുള്ള മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും മണ്ഡലത്തിൻ്റെ വളർച്ചയ്ക്കും രാജ്യത്തിൻ്റെ പൊതു കാര്യത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞ പാർട്ടി ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യത്തിൽ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. ഞങ്ങൾ അന്ന് നിയോഗിക്കപ്പെട്ട എന്തിനാണോ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന വിധത്തിൽ പരമാവധി ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ച പാർട്ടി പാലിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളായിരിക്കാം.